നമസ്കാരം. പ്ലസ് ടുവിന് ശേഷം എന്ത് പഠിക്കണം എന്ന ആശങ്ക മാതാപിതാക്കളെയും വിദ്യാർത്ഥികളെയും ഒരുപോലെ അലട്ടാറുണ്ട്. ഒരുപക്ഷെ നിങ്ങളിപ്പോൾ എടുക്കുന്ന തീരുമാനമാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആരാകണം, എന്താകണം എന്നുള്ളത് തീരുമാനിക്കുവാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ സ്ഥാപനം തിരഞ്ഞെടുക്കുന്നത് മുതൽ, കോഴ്സ് തിരഞ്ഞെടുക്കുന്നത് മുതൽ വളരെയധികം ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. മറ്റുള്ളവർ എന്തെങ്കിലും പറഞ്ഞാൽ എന്നാൽ ആ കോഴ്സിൻ്റെ പുറകെ പോകാം, അല്ലെങ്കിൽ ട്രെൻഡ് ഇപ്പോൾ ഇതാണ്, ഇതിൻ്റെ പുറകെ പോകാം, അങ്ങനെയൊന്നും ചിന്തിക്കരുത്. നിങ്ങളൊരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ ആദ്യം പ്രാധാന്യം കൊടുക്കേണ്ടത് നിങ്ങളുടെ താല്പര്യത്തിനാണ്. ഈ വിഷയം നിങ്ങൾക്ക് താല്പര്യമുള്ളതാണോ? നിങ്ങളുടെ പാഷൻ ഈ മേഖലയിലാണോ? 2, ഈ വിഷയം പഠിച്ചാലുള്ള ജോലി സാധ്യതകൾ എന്തൊക്കെയാണ്? പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു മികച്ച ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കുമോ? 3, ഉടൻ തന്നെ നിങ്ങൾക്കൊരു ജോലി വേണമോ, അല്ലെങ്കിൽ 4-5 വർഷം കഴിഞ്ഞ് അത്രയും കാലം പഠിക്കാൻ നിങ്ങൾ തയ്യാറായി അതിനുശേഷം ഒരു മികച്ച ജോലിയിലേക്ക് വന്നാൽ മതിയോ? അടുത്തതായി നിങ്ങൾ ചിന്തിക്കേണ്ടത് എവിടെ പഠിക്കണം, അതിനുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് എന്തൊക്കെയാണ്? ഈ കാര്യങ്ങളാണ്. ഇത്രയും കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു തുടങ്ങുമ്പോൾ തന്നെ ഇന്ന് വിദ്യാഭ്യാസ രംഗത്ത് ഒട്ടനവധി മാറ്റങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. ഇന്ന് മലയാളി വിദ്യാർത്ഥികൾക്ക് പോലും സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അടക്കം പഠിക്കുവാനുള്ള ധാരാളം സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. മുമ്പില്ലാത്ത വിധം ധാരാളം ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോഴ്സസ് ഡിഗ്രി തലത്തിൽ വന്നു കഴിഞ്ഞു. പ്ലസ് ടുവിന് ശേഷം സാധ്യതകളുടെ അനന്ത ലോകമാണ് നമ്മളെ കാത്തിരിക്കുന്നത്. മികച്ച വിജയം നേടുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഏറ്റവും മികവിൻ്റെ കേന്ദ്രങ്ങളായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രവേശിക്കുവാനുള്ള കോമ്പറ്റിറ്റീവ് എക്സാംസ്, എൻട്രൻസ് പരീക്ഷകൾ പാസ്സാകുവാൻ തയ്യാറെടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. IIT, JEE പോലെയുള്ള എൻട്രൻസ് പരീക്ഷകൾ പാസ്സായെങ്കിൽ മാത്രമേ IITസിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ. മികവിൻ്റെ കേന്ദ്രങ്ങളാണത്. അവിടെ പഠിക്കുന്നതുകൊണ്ടുള്ള പ്രയോജനം എന്താണ്? ലോകത്തിലെ ഏറ്റവും മികവുറ്റ സ്ഥാപനങ്ങളിൽ നിങ്ങൾക്ക് ജോലിക്ക് പ്രവേശിക്കുവാൻ സാധിക്കും. എനിക്കൊരു സാധാരണ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കാം, അതേസമയം ഇത്തരത്തിലുള്ള മികവിൻ്റെ കേന്ദ്രങ്ങളിലും പഠിക്കാം. സാധാരണ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചിട്ട് ചിലപ്പോൾ ടെലികോളറായിട്ടായിരിക്കും 4000 രൂപ 5000 രൂപയ്ക്കായിരിക്കും ചിലർ ജോലി ചെയ്യുന്നു. എന്നാൽ മികവിൻ്റെ കേന്ദ്രങ്ങളിൽ പഠിച്ചിട്ട് പ്രതിവർഷം 60-70 ലക്ഷം രൂപ ശമ്പളത്തിലായിരിക്കും മറ്റു ചിലർ ജോലി ചെയ്യുന്നത്. ഇത്തരത്തിൽ ഓരോ മേഖലയിലേക്കും കിടക്കുമ്പോൾ പലരുടെയും മുമ്പിൽ മെഡിസിൻ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ്, ഇതിനപ്പുറം ഒരു ഓപ്ഷനെക്കുറിച്ച് ചിന്തിക്കുകയില്ല. സാധ്യതകൾ ഇന്ന് ഒരുപാടുണ്ട്. വ്യത്യസ്തമായ തലം ഇന്ന് കടന്നു വരികയാണ്. ഇപ്പോൾ ഒരു 20 വർഷം മുമ്പ് ലോകത്തുണ്ടായിരുന്ന ഒരു മേഖലയല്ല ലൈഫ് കോച്ചിങ്. ഇന്ന് അമേരിക്കയിൽ IT കഴിഞ്ഞാൽ ഏറ്റവും അധികം ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് പ്രൊഫഷനാണ് ലൈഫ് കോച്ചിങ് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സസ് ട്രെയിനിങ് എന്ന് പറയുന്നത്. അപ്പോൾ മുമ്പില്ലാത്ത ഒരു പ്രൊഫഷനാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടുത്ത 5 വർഷത്തിനുള്ളിൽ ധാരാളം തൊഴിൽ സാധ്യതകൾ കൊണ്ടുവരുന്നു. പലപ്പോഴും റോബോട്ടിക്സ് പുതിയ തൊഴിൽ സാധ്യതകൾ കൊണ്ടുവരുന്നു. അപ്പോൾ ഇനിയുള്ള വരും കാലം എന്തിൻ്റേതാണെന്ന് മനസ്സിലാക്കി അത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ പഠിക്കുവാനും അത് അപ്ലൈ ചെയ്യുവാനും സാധിക്കണം. ഡിജിറ്റൽ ടെക്നോളജി, ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ്, ഡിജിറ്റൽ മീഡിയ ധാരാളം തൊഴിൽ അവസരങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ പ്ലസ് ടുവിന് ശേഷം നമ്മുടെ മുമ്പിലുള്ള സാധ്യതകളെക്കുറിച്ച് നോക്കുമ്പോൾ നാട്ടിൽ ധാരാളം അവസരങ്ങളുണ്ട്. ഹോട്ടൽ മാനേജ്മെൻറ്റ് പോലെയുള്ള മേഖലകൾ താല്പര്യമുള്ളവർക്ക് പോകാം. ലോ, അവിടെ തന്നെ പലതരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. സാധാരണ ലോ കോളേജുകളുണ്ട്, മികവിൻ്റെ കേന്ദ്രങ്ങളുണ്ട്. മികവിൻ്റെ കേന്ദ്രങ്ങളിലേക്ക് അവരുടേതായ എൻട്രൻസ് പരീക്ഷകളുണ്ട്. ഇപ്പോൾ ക്ലാറ്റ് പോലുള്ള എക്സാംസ് കൂടാതെ മികവിൻ്റെ കേന്ദ്രങ്ങൾ അവരുടേതായ പരീക്ഷകൾ നടത്തുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നിങ്ങൾ പ്രിപ്പറേഷന് തയ്യാറാണ്. ഡിഗ്രി തലത്തിൽ തിരഞ്ഞെടുക്കുമ്പോൾ ചിലർ BBA പോലുള്ള കോഴ്സുകൾ എടുക്കും. BBA പോലുള്ള കോഴ്സുകൾ എടുത്താൽ പിന്നെ മുൻപോട്ടുള്ള ഏക മാർഗ്ഗം MBA ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ചിലപ്പോൾ ഒരു ഡിഗ്രി ആണെങ്കിൽ സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതിങ്ങനെ പല കാര്യങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. കൊമേഴ്സ് ധാരാളം തൊഴിൽ സാധ്യതകൾ നമുക്ക് തരുന്നുണ്ട്. BCom അതുകൊണ്ട് തന്നെ കേരളത്തിൽ വലിയ ഡിമാൻഡുണ്ട്. മികച്ച ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പഠിക്കുക. CA, CMA, ACCA പോലെയുള്ള കോഴ്സുകളിലേക്ക് അക്കൗണ്ടിങ് മേഖലയിൽ തൊഴിലവസരങ്ങൾ ധാരാളമായിട്ട് കടന്നു വരുന്നുണ്ട്. പക്ഷേ അവിടെ ഒരു റിസ്ക് വരാൻ പോകുന്നത് ഇന്ന് ഈ അക്കൗണ്ടിങ് ഒക്കെ സോഫ്റ്റ്വെയറിലേക്ക് മാറുകയാണ്. അപ്പോൾ പണ്ട് എത്ര ആളുകളെ വേണോ അത്ര ആളുകളെ ഇന്ന് ആവശ്യമില്ല. അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ അക്കൗണ്ടിങ് മേഖലയിൽ നെഗറ്റീവായി അടുത്ത ഒരു 5-10 വർഷത്തിനുള്ളിൽ സ്വാധീനിക്കുവാനുള്ള സാധ്യതയുണ്ട്. മെഡിസിന് നിങ്ങൾ എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്. പ്ലസ് ടുവിന് ശേഷം അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ആ മേഖലകൾ തിരഞ്ഞെടുക്കാം. വിദേശത്ത് മെഡിസിൻ പഠനത്തിന് പോകുവാൻ തയ്യാറെടുക്കുന്നവരുണ്ട്. വിദേശത്ത് പഠനത്തിന് പോകുമ്പോൾ തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നിങ്ങളൊരു പരീക്ഷ പാസ്സാവണം. അതിന് പാസ്സാവുന്നവരുടെ എണ്ണം 40% താഴെയാണ്. അപ്പോൾ ആ റിസ്ക് ഫാക്ടറിനെ കുറിച്ചുകൂടി നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. വിദേശത്ത് കോഴ്സ് ചെയ്യണം. ഇപ്പോൾ ഒരു ട്രെൻഡാണ്. ഇപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ഒരു മാസത്തിനിടയ്ക്ക് ഒരു 10 പേരൻസിനെ കണ്ടെങ്കിൽ പ്ലസ് ടുവിന് പഠിക്കുന്ന കുട്ടികളുള്ള പേരൻസിൽ ഒരു 3-4 പേരെന്നോട് പറഞ്ഞു മക്കളെ കാനഡയിൽ വിടണം, ന്യൂസിലാൻഡിന് വിടണം, ജർമ്മനിയിൽ വിടണമെന്നൊക്കെ. പലപ്പോഴും അവിടെ
അഡ്മിഷൻ കിട്ടുന്നത് നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ്, യൂണിവേഴ്സിറ്റിയിലൊക്കെയാണോ ചേർന്ന് പഠിക്കുന്നതെന്ന് തീരുമാനിക്കുക. പലപ്പോഴും കമ്മ്യൂണിറ്റി കോളേജുകളിലൊക്കെയാണ് ചേർന്ന് പഠിക്കുക. അവിടെ സ്റ്റേ ബാക്ക് ഓപ്ഷൻ പോലും കിട്ടില്ല. ഒരു വർഷമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരേണ്ടി വരും. അവിടെ ജോലി കിട്ടുന്ന യാതൊരുവിധ നിർബന്ധവുമില്ല. അപ്പോൾ മികവിൻ്റെ കേന്ദ്രങ്ങൾ തിരഞ്ഞെടുക്കുക എന്നുള്ളത് തന്നെ ആയിരിക്കണം പ്രാധാന്യം കൊടുക്കേണ്ടത്. അത്തരം യൂണിവേഴ്സിറ്റികളിൽ എൻട്രൻസ് ഉണ്ടെങ്കിൽ ആ എൻട്രൻസിന് തയ്യാറെടുക്കുക. മാനേജ്മെൻറ്റ് മേഖലയിൽ ധാരാളം തൊഴിലവസരങ്ങൾ ഇന്നുണ്ട്. പക്ഷേ MBA പോലുള്ളൊരു അല്ലെ PGDBA പോലുള്ള ഒരു പ്രോഗ്രാമിലേക്ക് നിങ്ങൾ പോകണം. PGDM പോലുള്ള പ്രോഗ്രാമുകളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ അവിടെ അടിസ്ഥാനപരമായിട്ടൊരു ഡിഗ്രി വേണം. സിവിൽ സർവീസ് പോലുള്ള സാധ്യതകളിലേക്ക് പോകണമെങ്കിലും നിങ്ങൾക്ക് എന്ത് വേണം? ഒരു ഡിഗ്രി വേണം. ഏതെങ്കിലും ഡിഗ്രി മതി. അപ്പോൾ ഡിഗ്രി ചിലർ ഒരു ഫാഷന് ഡിഫറൻ്റ് ആയിട്ടുള്ള ഡിഗ്രി എടുക്കുന്നവരുണ്ട്. എനിക്കറിയാവുന്ന ഒരു പെൺകുട്ടി എടുത്ത ഡിഗ്രി, അവർ അന്ന് ആർക്കിയോളജിയിൽ ഡിഗ്രി എടുത്തു. പക്ഷേ പിന്നീട് അവർക്ക് ജോലി കിട്ടാൻ വളരെയധികം പ്രയാസപ്പെട്ടു. അതിനുശേഷം MBA ചെയ്തു. പിന്നീട് ആ മാനേജ്മെൻറ്റ് മേഖലയിലാണ് ആ കുട്ടിക്കൊരു ജോലി ലഭിച്ചത്. അപ്പോൾ ഇത്തരത്തിലുള്ള സാധ്യതകൾ ഒരു ഫാഷന് വേണ്ടി എടുക്കരുത്. ഫാഷൻ ടെക്നോളജി, ഡിസൈനിങ് എന്നൊക്കെ കേൾക്കുമ്പോൾ പോയി ഡിപ്ലോമ പ്രോഗ്രാമിന് ചേരുന്നവരുണ്ട്. ഫാഷൻ ഡിസൈനിങ് ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ മികവിൻ്റെ കേന്ദ്രങ്ങളിൽ പോയി തന്നെ പോകുക. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ പോലുള്ള സ്ഥാപനങ്ങളുണ്ട്. ഇത്തരം സ്ഥാപനങ്ങളിലേക്കുള്ള എൻട്രൻസ് പരീക്ഷകൾ പാസ്സായി നിങ്ങൾ അവിടെ ജോലി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഗ്ലോബൽ തലത്തിൽ തന്നെ ജോലി ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് പോലെയുള്ള കോഴ്സുകൾ ഇന്ന് ധാരാളമായിട്ട് നടക്കുന്നുണ്ട്. എക്സ്പോർട്ട് ഇമ്പോർട്ട് മാനേജ്മെൻറ്റിലുള്ള പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. അക്കാഡമിക് മേഖല ഒരു മികവിൻ്റെ മേഖലയാണ്. റിസർച്ചിലേക്ക് പോകാം. ഇന്ന് പല കമ്പനികളിലും റിസർച്ച് വിങ്ങുകളുണ്ട്. അവിടെ ഒരു PhD തലത്തിലൊക്കെ പോകുന്ന ആളുകളെ, സയൻസിൽ ഒക്കെ റിസർച്ച് നടത്തുന്ന ആളുകളെയാണ് എടുക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ ഇന്ന് ഐസർ കേരള പോലെയുള്ള സ്ഥാപനങ്ങളൊക്കെ ഇന്ന് കേരളത്തിൽ ധാരാളമുണ്ട്. അവിടെയുള്ള അഡ്മിഷൻസിനെ കുറിച്ച് കൂടി ചിന്തിക്കുക. മികവിൻ്റെ കേന്ദ്രങ്ങളിൽ പഠിക്കുക എന്നുള്ളത് പ്രധാനമാണ്. സാധ്യതകളെക്കുറിച്ച് ചിന്തിക്കുക. കേരളത്തിൽ മാത്രമല്ല, വിദേശത്തും ധാരാളം നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അതിനെക്കുറിച്ച് മനസ്സിലാക്കുവാനുള്ള സിംഗിൾ പ്ലാറ്റ്ഫോംസ് ഇന്ന് അവൈലബിളാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഞാനൊരു വ്യക്തിയെ കണ്ടപ്പോൾ അദ്ദേഹം ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്ത്, അതായത് മാർക്കറ്റ് ചെയ്യുന്ന ആളാണ്. ആ ആപ്പിൻ്റെ പ്രത്യേകത അദ്ദേഹം എന്ന് പറഞ്ഞത്, ഇപ്പോൾ മെഡിക്കൽ എൻട്രൻസിനൊക്കെ ചിലപ്പോൾ ഒരു 1-2 മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ അവർ പല കാറ്റഗറി കോളേജുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു 2 മാർക്ക് കൂടിയ വിദ്യാർത്ഥിക്ക് കിട്ടേണ്ട കോളേജിലായിരിക്കുകയല്ല ചിലപ്പോൾ അവന് പഠിക്കാൻ വരുന്നത്. പല ഫാക്ടേഴ്സ് നോക്കും. ചിലപ്പം സെറ്റ് സ്റ്റാൻഡേർഡ് ഇത്രയാണെങ്കിൽ പോലും മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികൾ കൂടെ ഉയർന്ന സ്റ്റാൻഡേർഡുള്ള നിലവാരമുള്ള കോളേജുകളിലേക്ക് കടന്നു വരുവാൻ സാധിക്കും. പക്ഷെ ഇതെങ്ങനെ എത്തിക്കണമെന്ന് വിദ്യാർത്ഥികളെ സഹായിക്കുന്ന ഒരു ആപ്പാണ് അയാൾ മാർക്കറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാധ്യതകൾ, എവിടെ പഠിക്കണം, എങ്ങനെ പഠിക്കണം, വിദേശത്ത് അഡ്മിഷൻ എടുക്കാൻ സ്കോളർഷിപ്പ് പൊസിഷൻസ് പോലുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൗജന്യമായി പഠിക്കാനുള്ള അവസരങ്ങളും ഒക്കെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള സാധ്യതകൾ നിങ്ങൾ കൂടുതലായി മനസ്സിലാക്കും. പിന്നെ നിങ്ങൾ ഏത് കോഴ്സാണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് ആ കോളേജ് പഠിച്ച ഒരാളുടെ അഭിപ്രായം കൂടി തിരഞ്ഞെടുക്കണം. പലപ്പോഴും ഈ സെമിനാറുകളിലൊക്കെ കാണിക്കുന്ന ആ ഒരു ഹൈഫൈ അറ്റ്മോസ്ഫിയർ ആയിരിക്കില്ല അവിടെ ചെല്ലുമ്പോൾ കാണുന്നത്. അതും മനസ്സിലാക്കി കൃത്യമായിട്ട് മുൻപോട്ടേക്ക് പോയാൽ, ഹോട്ടൽ മാനേജ്മെൻറ്റ് പോലെയുള്ള മേഖലകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഹോസ്പിറ്റാലിറ്റി വലിയ സാധ്യതയുള്ള മേഖലകളാണ്. സോഷ്യൽ വർക്ക് ഇന്ന് വലിയ പോസിബിലിറ്റി ഉള്ളൊരു മേഖലയാണ്. NGOസിൽ, സന്നദ്ധ സംഘടനകളിലൊക്കെ ചേർന്ന് പഠിക്കുവാൻ നമുക്ക് സാധിക്കും. IT, ഇന്ത്യക്കാർ ഏറ്റവും മുൻപിൽ നിൽക്കുന്ന ഒരു മേഖല തന്നെയാണ് IT എന്ന് പറയുന്നത്. തൊഴിൽ ഉറപ്പാക്കാം, മികച്ച ശമ്പളം ഉറപ്പാക്കാം, സ്ട്രെസ്സൊക്കെ ഉണ്ടാകും, പക്ഷേ പോസിബിലിറ്റി ഉള്ള ഒരു മേഖലയാണ്. നഴ്സിംഗ്, മെഡിക്കൽ മേഖലകളിൽ ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പ്രത്യേകിച്ചും വിദേശ രാജ്യങ്ങളിൽ മികച്ച ശമ്പളത്തോടു കൂടി ജോലി ചെയ്യാൻ പറ്റുന്ന സേഫായിട്ടുള്ള ഒരു മേഖല, ഒരു ഓപ്ഷനാണ് നഴ്സിംഗ് എന്ന് പറയുന്നത്. പലപ്പോഴും PhD ഒക്കെ ഉള്ള ആൾ നേടുന്ന ശമ്പളത്തിൻ്റെ 5-6 ഇരട്ടി ശമ്പളം ഇന്ത്യയിൽ നിന്ന് വിദേശത്ത് പോയി ജോലി ചെയ്യുന്ന നഴ്സുമാർ നേടിയെടുക്കാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സാധ്യതകളൊക്കെ പോസിറ്റീവായിട്ട് ഉപയോഗപ്പെടുത്തുക. നമ്മുടെ മുമ്പിലുള്ള ലോകം വളരെ വലുതാണ്. ഹ്യൂമാനിറ്റീസ് പോലുള്ള ഡിഗ്രി, ഏത് ഡിഗ്രി എടുത്താലും നമുക്ക് സിവിൽ സർവീസിന് പോകാം. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് കടന്നു വരുന്നുണ്ട്. അത്തരത്തിലുള്ള ഇനി സെൻട്രൽ ഗവൺമെൻറ്റിലും സ്റ്റേറ്റ് ഗവൺമെൻറ്റിലും ധാരാളം ഒഴിവുകളുണ്ട്. അതിനുവേണ്ടി മാത്രം പ്രിപ്പറേഷൻ കൊണ്ടുപോകും. ബേസിക് ഡിഗ്രിയാണ് പലതിനും വേണ്ടത്. ഏതെങ്കിലും ഡിഗ്രി മതി. ഇപ്പോൾ പോലീസിൽ SI ആവാൻ, അല്ലെങ്കിൽ UPSCയുടെ ധാരാളം പരീക്ഷകളുണ്ട്. PF ഓഫീസർ, NDA നാഷണൽ ഡിഫൻസ് അക്കാദമി +2 കഴിഞ്ഞവർക്കുള്ള നല്ലൊരു ഓപ്ഷനാണ്. മിലിറ്ററി നഴ്സിംഗ് നല്ലൊരു ഓപ്ഷനാണ്. NDA പാസ്സായുള്ള ഗുണം, ഇന്ത്യ ഗവൺമെൻറ് തന്നെ നിങ്ങളുടെ ഡിഗ്രി പഠനം സ്പോൺസർ ചെയ്യും. മികവിൻ്റെ കേന്ദ്രങ്ങളിൽ പഠിക്കാനുള്ള സാധ്യതയാണ്. ഫോഴ്സസിൽ ധാരാളം ഓപ്ഷൻസ്, നേവി ആവട്ടെ, ആർമി ആവട്ടെ, എയർഫോഴ്സ് ആവട്ടെ, സാധ്യതകളുണ്ട്. പൈലറ്റ് ആകാൻ പഠിക്കാം, മറ്റൊരു വലിയ പോസിബിലിറ്റിയാണ്. ഫിസിക്സും മാത്സും ഒക്കെ നിങ്ങളുടെ ഐച്ഛിക വിഷയമായിട്ട് നിങ്ങൾ +2 ചെയ്യുന്നുണ്ടെങ്കിൽ, സയൻസ് ഗ്രൂപ്പ് എടുത്ത് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൈലറ്റായി മാറാൻ സാധിക്കും. അതുപോലെ തന്നെ വലിയൊരു പോസിബിലിറ്റി ഉള്ള ഒരു മേഖലയാണ് ജേർണലിസം, മാധ്യമ പ്രവർത്തനം.
ഇലക്ട്രോണിക് ജേർണലിസത്തിൻ്റെ സാധ്യതകൾ കൂടി വരുന്നു, പ്രിൻറ്റ് ജേർണലിസം. ഒപ്പം തന്നെ ഇന്ന് നമുക്കറിയാം, ഇന്ന് ഇൻഫർമേഷൻ ടെക്നോളജി അതിൻ്റെ പാരമ്പര്യയിലേക്ക് കുതിച്ചുയരുന്നൊരു കാലഘട്ടത്തിൽ ഡിജിറ്റൽ ജേർണലിസം, സൈബർ ജേർണലിസം വലിയൊരു പോസിബിലിറ്റി ഉള്ളൊരു മേഖലയായി കടന്നു വന്നിരിക്കുന്നത്. ധാരാളം തൊഴിലവസരങ്ങൾ ആ മേഖലയിൽ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ആ മേഖലയിൽ താല്പര്യമുള്ള ആളുകൾക്ക്, ക്രിയേറ്റിവിറ്റി ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഈ മേഖലയിലൊക്കെ കടന്നു വരാം. നമ്മുടെ ഈ ചാനലിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന, അല്ലെങ്കിൽ എല്ലാമായ ജിൻസ് ടി തോമസ്, അദ്ദേഹം ഒരു സൈബർ ജേർണലിസ്റ്റാണ്. അപ്പോൾ പുതിയ സാധ്യതകൾ ഇത്തരത്തിൽ വരികയാണ്. കേരള പോലീസ് അടക്കമുള്ള ആളുകൾക്ക് വേണ്ടി ഒരു സൈബർ ജേർണലിസ്റ്റ് എന്നുള്ള രീതിയിൽ വേണ്ട സപ്പോർട്ട് കൊടുക്കുവാൻ അദ്ദേഹത്തിന് ആകുന്നുണ്ട്. അപ്പോൾ പുതിയ തൊഴിൽ മേഖലകളാണ്. നോക്കൂ, ഒരു 10 വർഷം മുമ്പ് ഉണ്ടായിരുന്ന ഒരു തൊഴിൽ മേഖലയല്ല സൈബർ ജേർണലിസം എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള പുതിയ തൊഴിൽ മേഖലകൾ ഇന്ന് ജേർണലിസം രംഗത്ത് തുറന്നു വരുന്നുണ്ട്. സിനിമ വലിയൊരു മേഖലയല്ലേ, എത്രയോ തലത്തിൽ നമുക്ക് സിനിമയിൽ ഇന്ന് ജോലി ചെയ്യാൻ സാധിക്കുന്നു. സിനിമയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡയറക്ഷൻ, ക്യാമറ, ഇതൊക്കെ പലർക്കും അറിയത്തുള്ളൂ. പ്രൊഡക്ഷൻ സൈഡിൽ ജോബ് പോസിബിലിറ്റീസ് ഉണ്ട്. പ്രൊഡക്ഷൻ കൺട്രോളർ, പ്രൊഡക്ഷൻ മാനേജേഴ്സ്, ആർട്ട് ഡയറക്ടർ, PR, പബ്ലിക് റിലേഷൻസ്. ഇന്ന് ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമൊക്കെ വന്നതോടുകൂടി PR വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. PR പൊതുവിൽ തന്നെ വലിയൊരു മേഖലയാണ്. പബ്ലിക് റിലേഷൻസ്, നിങ്ങൾക്ക് ഇൻട്രാക്ട് ചെയ്യാനൊക്കെ താല്പര്യമുള്ള ആളുകളാണ് എങ്കിൽ അതൊരു വലിയ മേഖലയാണ്. അതിനെക്കുറിച്ച് നമ്മൾ അഡ്വർടൈസിങ്, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പിന്നീട് വീണ്ടും ചർച്ച ചെയ്യും. അപ്പോൾ സിനിമയിൽ ആക്ടിങ് ഇന്ന് ഒരുപാട് പേര് പ്രൊഫഷനായിട്ട് എടുക്കുന്നു. ആക്ടിങ് കോഴ്സ് ചെയ്തിട്ട് ആക്ടിങ്ങിലേക്കും മോഡലിങ്ങിലേക്കും വരുന്ന ആളുകളുണ്ട്. മുൻപത്തെ പോലെയൊന്നുമല്ല, ഇന്നെല്ലാം വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ്. ഞാൻ 16-ാമത്തെ വയസ്സിൽ ഫിലിം ഇൻഡസ്ട്രി കരിയർ ആരംഭിച്ച ആളാണ്. ഒരു 20-22 വയസ്സാകുന്നതിന് മുമ്പ് തന്നെ 10-30ഓളം സിനിമകൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്ത ആളാണ്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ പിന്നീട് ഈ മേഖലയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ കാണുന്നത് ഇന്നും അവിടെയുള്ള ആളുകൾ എന്ന് പറയുന്നത് വളരെ എഡ്യൂക്കേറ്റഡ് ആണ്, പ്രൊഫഷണൽസാണ്. അപ്പോൾ വിദേശത്തും ചാനലുകളിലും ഒക്കെ ആയിട്ട് ധാരാളം സാധ്യതകൾ സിനിമ തരുന്നുണ്ട്. സിനിമയുമായി ബന്ധപ്പെട്ട് നമുക്ക് കോഴ്സ് ചെയ്യാൻ തന്നെ മികച്ച അക്കാഡമികളുണ്ട്. ഉഴവൂരിൽ KR നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ചങ്ങനാശ്ശേരിയിൽ സെൻറ്റ് ജോസഫ് എന്ന് പറയുന്ന മീഡിയ കോളേജ് ഉണ്ട്. അവിടെ ഒരുപാട് പ്രശസ്തരായിട്ടുള്ള ഡയറക്ടേഴ്സ് കടന്നു വന്നിട്ടുണ്ട്. ഫാൻറ്റം പ്രവീൺ, നീൽ ഡി കുഞ്ഞുഞ്ഞ എന്ന് പറഞ്ഞ ഫോട്ടോഗ്രാഫർ, അങ്ങനെ ഒരുപാട് പേര്, ധാരാളം ആളുകൾ അവിടെ നിന്ന് പഠിച്ചവർ ഇന്ന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സിനിമാ രംഗത്തേക്ക് കടന്നു വരുന്നുണ്ട്. അതൊക്കെ പല സിനിമ പഠിക്കുമ്പോൾ പലപ്പോഴും ഉള്ള പ്രശ്നം, പലരും ഈ സർട്ടിഫിക്കറ്റ് കോഴ്സും ഡിപ്ലോമ കോഴ്സും ആയിരുന്നു. ഇത് വെച്ച് നിങ്ങൾക്ക് വലിയ ജോബിനൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റില്ല, സിനിമ തന്നെയാണെങ്കിൽ. പക്ഷേ ഈ KR നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലോ അല്ലെ സെൻറ്റ് ജോസഫ് കോളേജിൽ, ചങ്ങനാശ്ശേരി ആർച്ച് ഡയസസിൻ്റെ കീഴിലുള്ള ആ കോളേജിലോ നിങ്ങൾ സിനിമ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു PG, യൂണിവേഴ്സിറ്റിയുടെ PGയും യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രിയാണ് കിട്ടുന്നത്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ടെലിവിഷൻ രംഗത്തൊക്കെ പ്രവർത്തിക്കാൻ അത് നല്ലതാണ്. ജാമിയ മിലിയ, ഏഷ്യൻ സ്കൂൾ ഓഫ് ജേർണലിസം പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വേണം നിങ്ങൾ ജേർണലിസം ഒക്കെ പഠിക്കുന്ന ആളുകൾ, അല്ലെ മീഡിയ സ്റ്റഡീസിന് ഉള്ള ഒരു നല്ല സ്ഥലമാണ്. ജാമിയയിലെ മീഡിയ സ്കൂൾ വളരെ നല്ലതാണ്. മലയാള മനോരമയുടെ മാസ്കോം, പത്രപ്രവർത്തന രംഗവുമായി ബന്ധപ്പെട്ട് പരിശീലനത്തിനൊരു മികച്ച വേദിയാണ്. നമുക്ക് കേരളത്തിൽ തന്നെയുള്ള നല്ലൊരു വേദിയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള മികവിൻ്റെ കേന്ദ്രങ്ങളിൽ പഠിക്കുക. യൂണിവേഴ്സിറ്റീസിൽ പിന്നെ പഠനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പലരും അറിയാത്ത ഒന്നാണ് യൂണിവേഴ്സിറ്റിയിലുള്ള സെൻറ്ററുകൾ. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഏത് വിഷയവുമായിട്ട് യൂണിവേഴ്സിറ്റിയിൽ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും മികച്ച അധ്യാപകരായിരിക്കും, മികച്ച ഫെസിലിറ്റീസ് ആയിരിക്കും, ഫീസ് വളരെ തുച്ഛമായിരിക്കും. ഇപ്പോൾ ഒരു MBA പ്രോഗ്രാം കേരളത്തിൽ ഏത് തുക്കട കോളേജിൽ പോയി MBA ചെയ്യണമെങ്കിലും 2 ലക്ഷം 3 ലക്ഷം രൂപ ഫീസാകും. എന്നാൽ യൂണിവേഴ്സിറ്റി സെൻറ്ററിൽ ഒരു MBA ചെയ്യണമെങ്കിൽ ആ പാടെ 6000 രൂപ 7000 രൂപ ഒരു സെമസ്റ്റർ ഫീസുള്ളൂ. ഇത് പലർക്കും അറിയത്തില്ല. ഒരു 30,000 രൂപ മുടക്കി അവിടെ MBA കഴിഞ്ഞ് പുറത്തിറങ്ങാം, നല്ല ക്വാളിറ്റിയോടുകൂടി പഠിച്ചിറങ്ങാം. അപ്പോൾ ഇങ്ങനെ ഒരു അവയർനെസ് അതിനെക്കുറിച്ച് നമ്മുടെ മുമ്പിലുണ്ടാവണം. അപ്പോൾ നമ്മുടെ ഓരോ മേഖലകളും കണ്ടിരിക്കുകയാണ്. സോഷ്യൽ വർക്ക്, NGOസിൽ ജോലി ചെയ്യാം. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള NGOs, UN പോലെയുള്ള സ്ഥാപനങ്ങളിൽ ജോലി കിട്ടാനുള്ള ഒരു പോസിബിലിറ്റി നമ്മുടെ മുമ്പിൽ തരുന്നുണ്ട്. അപ്പോൾ ഗ്രാഫിക് ഡിസൈനിങ്ങിൻ്റെ മേഖല, വെബ്സൈറ്റ് ഡിസൈനിങ്, ഇങ്ങനെയൊക്കെയുള്ള മേഖലകളിൽ സാധ്യതകൾ വരികയാണ്. ആനിമേഷൻ പുതിയ ലോകമാണ്, പുതിയ സാധ്യതകളാണ് നമ്മുടെ മുമ്പിൽ വരുന്നത്. എഡിറ്റിംഗ് പുതിയ സാധ്യതകളാണ്. ഡിസൈനിങ്ങിലൊക്കെ ഇന്ന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കടന്നു വരുന്നു. SEOs ചെയ്യുക, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് പുതിയ തൊഴിലവസരം തരുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ മുമ്പിലുള്ള പോസിബിലിറ്റീസാണ്. നിങ്ങൾക്ക് ഇവിടെയുള്ള ഒരു വലിയൊരു അഡ്വാൻറ്റേജ്, ഫ്രീലാൻസ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റും. ഒരു ബോസ് വേണ്ട, നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ബോസായിട്ട് നിങ്ങളുടെ ജീവിതം മുൻപോട്ടേക്ക് കൊണ്ടുപോകാനും പതിയെ ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാനുമുള്ള ഒരു അവസരമുണ്ട്. എത്തിക്കൽ ഹാക്കിംഗ് പോലെയുള്ള മേഖലകൾ സാധ്യതകൾ തുറന്ന് തരുന്നുണ്ട്. അപ്പോൾ ഈ IT-യുമായി ബന്ധപ്പെട്ട് തന്നെ എന്തുമാത്രം തൊഴിൽ അവസരങ്ങളാണ് നമ്മുടെ മുമ്പിൽ വരുന്നത്. അപ്പോൾ ഈ മേഖലയിലൊക്കെ താല്പര്യമുള്ള വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊക്കെ തന്നെ എടുക്കും. പുതിയ തൊഴിലവസരങ്ങൾ കടന്നു വരുന്നു. മോട്ടിവേഷണൽ ട്രെയിനിങ് രംഗത്ത് തൊഴിലവസരങ്ങൾ കടന്നു വരുന്നുണ്ട്. മോട്ടിവേഷണൽ ട്രെയിനിങ് വലിയൊരു തൊഴിലവസരമാണ്.
പോസിബിലിറ്റി ഉള്ള ഒരു മേഖലയാണ്. ടീച്ചിങ്ങിൽ ധാരാളം തൊഴിലവസരങ്ങളുണ്ട്. ലീഡർഷിപ്പ് ഡെവലപ്മെൻറ്റ് തൊഴിലവസരങ്ങളുണ്ട്. അടുത്തതായി വളരെയധികം പോസിബിലിറ്റി ഉള്ള മറ്റൊരു മേഖലയാണ് ഫിഷറീസ്, വെറ്റിനറി സയൻസ്, അഗ്രികൾച്ചർ ഇവയുമായി ബന്ധപ്പെട്ട പ്രോഗ്രാംസ്. വെള്ളായണി അഗ്രികൾച്ചർ കോളേജും മറ്റുമൊക്കെ നമ്മുടെ അടുത്ത് തന്നെയുണ്ട്. വെറ്റിനറി പഠിക്കാൻ ധാരാളം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവിടെയുണ്ട്. ഗവൺമെൻറ്റിലും പ്രൈവറ്റിലും ഒരുപോലെ തൊഴിൽ സാധ്യതകളുള്ള ഒരു മേഖലയാണ് ഇത്. അപ്പോൾ നിങ്ങൾക്ക് അത്തരം മേഖലകളോട് താല്പര്യമുണ്ട് എങ്കിൽ ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് പോലുള്ള പരീക്ഷകൾ എഴുതാനും സാധിക്കും. ഇത് പഠിച്ചു കഴിഞ്ഞാൽ, അഗ്രികൾച്ചറൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള പരീക്ഷകളോട് നമുക്ക് എഴുതി DFO ഒക്കെ ആയിട്ട് മാറാനുള്ള ഒരു പോസിബിലിറ്റിയും കൂടിയുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കത് നോക്കാം. കൃഷി ഭവനിലേക്ക് ഓഫീസർമാരെ, കൃഷി ഓഫീസറായിട്ടൊക്കെ വരുന്ന ഇത്തരം പശ്ചാത്തലമുള്ള ആളുകളാണ്. സയൻറ്റിസ്റ്റുകളായിട്ട് മാറാൻ പറ്റും. ഇതൊക്കെയാണ് വലിയൊരു പോസിബിലിറ്റി ഉള്ള ഒരു മേഖല തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം എവിടെയാണെന്ന് തിരഞ്ഞ് പിടിക്കുക, കണ്ടെത്തുക എന്നുള്ളത് പ്രധാനമാണ്. അപ്പോൾ മാത്സിലൊക്കെ എക്സ്പേർട്ടാണ്, ആക്ച്വറിയൽ സയൻസ് പഠിക്കാം, വലിയ സാധ്യതയാണ്. കുറച്ച് ആൾക്കാരെ അത് പഠിച്ചവരുള്ളൂ. അവർക്ക് വലിയ ഒരു ശമ്പളത്തിലും മറ്റുമാണ് അവർക്ക് ജോലിയും മറ്റുമൊക്കെ ലഭിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ മുമ്പിലുള്ള തൊഴിൽ സാധ്യതകൾ നിങ്ങൾ കൃത്യമായിട്ടും ഉപയോഗപ്പെടുത്തുക. +2 ശേഷം ഒരു മികച്ച കരിയർ നിങ്ങളെ കാത്തിരിക്കുന്നു. വിജയാശംസകൾ.